14 ദിവസത്തെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ ഏതാണ്ടുള്ള അവസാനത്തെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ മലനിരകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? ഇതേതാണെന്നറിയോ? ഇതാണ് നമ്മുടെ കിങ് കോങ് ഷൂട്ട് ചെയ്ത മലനിരകൾ. ഇതാണ് നമ്മുടെ ഹാലോങ് ബേ. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഹാലോങ് ബേ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് 2 day 1 night ഒരു ക്രൂയിസാണ് എടുത്തത്. ക്രൂയിസ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയാന്നുള്ള നമ്മുടെ ഹൗസ് ബോട്ട്, നമ്മുടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ഹൗസ് ബോട്ട് തന്നെയാണ് ഈ സംഭവം. അങ്ങനെ പിന്നെ ഇവിടെ ഇന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഭയങ്കര ക്ലൗഡിയാണ്. പക്ഷേ അത് സണ്ണി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വീഡിയോയ്ക്ക് പോവാം. ബയോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറൊന്നുമില്ല ഇപ്പോൾ പോണത്. അപ്പം നമ്മൾ ഇവിടെ ബസ്സിന് വെയിറ്റിംഗ് ആണ്. ബസ് ഇപ്പോൾ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാലോങ് ബേക്ക് പോവാണ്. ഹാലോങ് ബേ ഇവിടെ നിന്ന് ഒരു 3 to 4 മണിക്കൂർ യാത്രയുണ്ട്. ഹനോയിൽ നിന്ന് ദൂരെ കൂടുതലുള്ള കാരണം കൊണ്ട് നമ്മൾ അവിടത്തെയുള്ള ലിമോസിൻ ബസ്സാണ് എടുത്തത്. അത് നമ്മൾ റിക്ലൈനർ ആയിട്ടുള്ള ചെയറും മസാജിങ് ചെയറും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോവാണ്. നാല് മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് അതാ കിടക്കുന്നു ഫെറി. അപ്പം നമ്മുടെ ഈ വണ്ടിയും കാറും ഇതെല്ലാതും ആ ഫെറിയിൽ കയറ്റി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തി. അവിടെ നിന്ന് കുറച്ചും കൂടി യാത്ര ചെയ്ത് വേറൊരു ബോട്ടിൽ പോയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ എത്തുന്നത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കരാക്കടൽ അങ്ങനെയാണ്. கராக்கடல் அப்படியே நம்ம தமிழில் பேசலாம். ஸோ இதில் வந்து அவங்களுக்கு மொத்தம் 15,000 ரூபாய் ஆச்சு இந்தியன் ருபீஸில், விச் இஸ் ஈக்குவல் டு 250 AUD. அண்ட் இதில் வந்து ஃபுல் மீல்ஸ் இன்க்ளூடடு, போட்டிங் எக்ஸ்பீரியன்ஸு அண்ட் கயாக்கிங் அண்ட் ஸ்குவிட் ஃபிஷ்ஷிங், அது போக வில்லேஜ் டூரும் இதில் இன்க்ளூடட். அப்படியே பார்த்தீங்கன்னா நம்ம ஏஜென்ட் ஸ்ரீகுமார் வராரு. ஆஃபீஸர் சல்யூட். അങ്ങനെ നമ്മൾ വന്ന ചെറിയ ബോട്ടിൽ നിന്ന് നേരെ വലിയ ബോട്ടിലേക്ക് കയറുകയാണ്. ഇനി നേരെ അവരാദ്യം പറഞ്ഞ എന്തോ ഇൻട്രൊഡക്ഷൻ തരാനായിട്ട്, എന്താണ് സേഫ്റ്റി അവയർനെസ്സിനൊക്കെ വേണ്ടി എന്തോ പറയാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കാദ്യം അങ്ങോട്ട് പോകാം. അപ്പം നമ്മളെ എല്ലാവരും കൂടെ ആദ്യം അവർ കൊണ്ടുപോയത് നമ്മുടെ ഡൈനിങ് റൂമിലാണ്. അപ്പോൾ ഇനി മുതലുള്ള എല്ലാ ദിവസം വെച്ചാൽ വരുന്ന 2 ദിവസങ്ങളുള്ള എല്ലാ മീൽസും ഇവിടെ നിന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരൊരു ഇൻട്രൊഡക്ഷൻ തന്നാണ്. ഈ സംസാരിക്കുന്ന പുള്ളിയുടെ പേരാണ് ലോങ് എന്ന് വെച്ചാൽ ഡ്രാഗൺ എന്നായിരുന്നു അർത്ഥം. പുള്ളി എങ്ങനെയാണ് ഈ ഹാലോങ് ബേയുടെ ചരിത്രം, ഇതെങ്ങനെ ഉണ്ടായി, ഇതിനെ പറ്റിയിട്ടുള്ള മിത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റാഫ് എല്ലാം പിള്ളേർ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരായിരുന്നു. അവർ എന്ത് കാര്യത്തിനാണെങ്കിലും ചാടി നിൽക്കുന്ന നല്ല പ്ലസൻറ്റ് ആൻഡ് പോസിറ്റീവായിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു. അവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. 209 അത് കൊള്ളാലോ. ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ട്. അപ്പൊ അരവിന്ദായിട്ട് ഇടി വെക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കേൾക്കാം.
നമ്മളെടുത്ത റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് താഴത്തെ നിലയിലും ഉണ്ട്, മേളിലും റൂമുകളും ഉണ്ട്. രണ്ടിനും 2 റേറ്റ് ആയിരുന്നു. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ള രീതിയിൽ ഞങ്ങളെടുത്തത് മേളിലുള്ള റൂമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഡബിൾ റൂം, ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ റൂമും പിന്നെ ഒരു ബാൽക്കണി, അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിരുന്നു. നല്ല ആവശ്യത്തിന് സൗകര്യമുള്ള, നല്ല വ്യൂ കിട്ടുന്ന, നല്ല ശാന്തസുന്ദരമായ ബാൽക്കണിയുള്ള നല്ലൊരു റൂമായിരുന്നു. അല്ലേ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കണമായിരുന്നു അല്ലേ? ഈ ബോട്ട് ഇവിടെ കെട്ടിട്ടൊക്കെ അപ്പൊ നമുക്ക് ഇറങ്ങി പോവാനും കാര്യത്തിനൊക്കെ വേണ്ടി. ഈ സ്ഥലം കടലിന്റെ താഴെ ആയിരുന്നു എന്നാണ് പറയുന്നത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലേ? എന്നിട്ട് എനിക്കുറപ്പൊന്നുമില്ല, ഞാൻ അടിച്ചു വിടുന്ന ഇതൊക്കെ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് വരാം. നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് സാധനമൊക്കെ വെച്ചൊന്ന് വന്നപ്പോൾ തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നു. ലഞ്ചിന് വേണ്ടി നമ്മളെ വിളിക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ലഞ്ചിന് ചെന്നു. ലഞ്ചിന് ചെല്ലുമ്പോൾ സിമ്പിളായിരുന്നിട്ടുള്ള ലഞ്ചാണ്. സീ ഫുഡ്, പിന്നെ എന്താ പറയണ്ടേ, ചിക്കൻ, അങ്ങനെ കുറച്ച് ബേസിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള നൈസ് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. ലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് ടാസ്ക് എത്തി. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാക്കിംഗ് ആണ്. നമ്മളാകെ ഒരു വട്ടം ആലപ്പുഴയിൽ വെച്ചിട്ട് ചെയ്തതാ. പക്ഷെ അന്ന് 2 തോള കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മടുത്തു, കയ്യൊക്കെ കടച്ചു. ഇവിടെ എങ്ങനെയാവോ എന്തോ. അവിടെ കണ്ടോ, ഈ മല എത്തിക്കഴിഞ്ഞാ നമ്മള് ചൈനയിൽ എത്തിന്നാണ് അവര് പറഞ്ഞത്. അതാണ് വിയറ്റ്നാം ചൈന ബോർഡർ. ആ മല കഴിഞ്ഞാ നമ്മൾ ചൈനയിൽ. നമ്മളങ്ങനെ തൊളഞ്ഞ് ആ കാണുന്ന ഇടുക്കിലൂടെ പോവാണ് അല്ലേ? ആ മലേരെ അടീക്കോടെ ഇങ്ങനെ പോവാ. തൊളഞ്ഞവിടെ എത്തോന്ന് അറിയില്ലേ, ഇപ്പൊ തന്നെ നടുവൊക്കെ തുടങ്ങി. 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കടലിന്റെ അടിയിലായിരുന്നു, അതായത് ഓഷ്യന്റെ അടിയിലായിരുന്നു. നോക്കൂ, കക്കയാണോ അവിടെ അത് അല്ലേ? ഞാൻ സഹായിക്കട്ടെ. ചെളിയും കക്കയൊക്കെയാണ് ഇതിന്റെ അടിഭാഗത്ത്. കണ്ട ചെളി, കക്കയാണ് ഇഷ്ടം പോലെ കക്ക. കാര്യം നോക്ക്. ഇതെനിക്ക് കെട്ടിട്ടൊക്കെയാണോ? കണ്ട കല്ല് കെട്ടിട്ട് വെക്കണം. പതുക്കെ അവിടെയൊക്കെ കുറെ വേസ്റ്റാ. ഇങ്ങോട്ട് വന്നോ, ഈ ഭാഗത്തേക്ക്. നമ്മളെവിടെ നിന്നാണ് ഇറങ്ങിയത്? അതാണ് ഇറങ്ങിയത് അല്ലേ? നമ്മളങ്ങോട്ട് പോവാ. എങ്ങനെയുണ്ട് അനുഭവം മോനെ? എൻ്റെ ഈ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ഭയങ്കര ടൈറ്റാ. അതെന്തിട്ടാ? ഗുഹ. എങ്ങനെയുണ്ടായിരുന്നു കയാക്കി? നടുവേദന എടുത്തു. നമുക്ക് 1 മണിക്കൂർ ഉണ്ടായിരുന്നു കയാക്കി. നമ്മൾ 1/2 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വിജയായിട്ട് 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വീണ്ടും ഇവിടെ കൂട്ടി കയറി.
ബാക്കി എല്ലാവരും ചൈന ബോർഡറിലേക്കൊക്കെ ഓടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെയൊക്കെ പോയി കേവിലൂടെയൊക്കെ പോയി. അത് നമ്മുടെ വിജയം. അങ്ങനെ ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോപ്രോ വെച്ച് ഓഷൻ്റെ താഴെ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളതൊന്ന് ഷോട്ട് എടുത്തപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണെന്നല്ലേ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ.